19 വയസ്സ് വരെ അച്ചടക്കം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ പഠിക്കാൻ പറ്റൂല. മനസ്സിലായോ? 19 വയസ്സ് +2 നിങ്ങൾ ജീവിതത്തിന്റെ കാൽഭാഗം പോലും ആയിട്ടില്ല കേട്ടോ. അച്ചടക്കം എന്ന് പറഞ്ഞ സംഗതി, അതായത് മുടി വെട്ടിയിട്ടില്ലെങ്കിൽ പോയി വെട്ടി, മുടിയിലൊന്നും ഇത് നോക്കണ്ട. നമ്മൾ അവിടെ ഒരാളിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ആയതിന്റെ ശേഷം മുടിയൊക്കെ വളർത്താം. ഇതൊരു പഞ്ചിനാവും പിള്ളേര് അതിനുള്ള മുടിയാണ്. ഇത് വെറുതെ കോലം കാണിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. പോസിറ്റീവായിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റും, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ നേരെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡറിൽ ചെയ്യാൻ ശ്രമിക്കുക. പുസ്തകം കൃത്യമായിട്ട് വെക്കുക, കാര്യങ്ങൾ നേരെ കറക്റ്റായിട്ട് വെക്കുക. അവനവന്റെ ഡ്രസ്സ് അവനവൻ തന്നെ അലക്കുക, അങ്ങനെയൊക്കെ ഓർഡറിൽ ചെയ്യുക കേട്ടോ. ഡിസോർഡർ 19 വയസ്സിനുള്ളിൽ നിങ്ങൾ ഓർഡർ ആയിട്ടില്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ആ അച്ചടക്കത്തിലേക്ക് വരാൻ പറ്റൂല. ഭയങ്കര ബുദ്ധിമുട്ടാവും. ലൈഫിലൊരു അച്ചടക്കം വരാം. കാരണം പ്രതിഭയുണ്ടായിട്ട് കാര്യമില്ല അച്ചടക്കമില്ലെങ്കിൽ. ശ്രീശാന്തും സച്ചിനും ആ ഉദാഹരണം പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പറയാം. ശ്രീശാന്ത് കഴിവുള്ള മനുഷ്യനാണ്, നൂറ്റാണ്ടിലെ ബെസ്റ്റ് ബോളർ എറിഞ്ഞ ദ ബെസ്റ്റ് ബോൾ ഇൻ ദ സെഞ്ചുറി എറിഞ്ഞ മനുഷ്യനാണ് ശ്രീശാന്ത്. ജാക്ക് ആലിസിനെതിരെ എറിഞ്ഞ ബോൾ ഉണ്ടല്ലോ, 100 കൊല്ലത്തിലെ ഏറ്റവും ബെസ്റ്റ് ബോൾ എറിഞ്ഞ മനുഷ്യനാണ്. പക്ഷെ കളിക്കളത്തിൽ അയാൾ ഉണ്ടായില്ല കേട്ടോ. മലയാളി, അഭിമാനമുള്ള ആള്. സച്ചിനാണോ ശ്രീശാന്തിനാണോ ഇഷ്ടം ചോദിച്ചാൽ ഇവിടെ ഒരുപക്ഷെ സച്ചിൻ എന്ന് പറഞ്ഞേക്കും. അയാൾ മലയാളിയല്ല, ഇന്ത്യക്കാരനാണ്, പക്ഷെ അയാളെ ഭാഷ പോലും നമുക്കറിയില്ല. സച്ചിൻ പ്രതിഭയാണ്, അച്ചടക്കവും. അയാൾ പ്രതിഭയാണ്, അച്ചടക്കമുണ്ട് അല്ലേ സച്ചിൻ. അയാളെ പ്രകോപിപ്പിക്കാൻ പറ്റൂല കേട്ടോ. അയാളിങ്ങനെ സച്ചിന്റെ കളിയൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടോ അല്ലേ? ഞങ്ങളൊക്കെ കാലത്ത് സച്ചിന്റെ കളി, സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഹൃദയം മിടിക്കും. സച്ചിൻ ഔട്ടായാൽ ഇന്ത്യയുടെ ഹൃദയമാണ് നിലയ്ക്കുന്നത്. നമ്മൾ അപ്പോൾ ഓഫ് ചെയ്യും TV, എന്നിട്ട് പോരും. സച്ചിൻ പ്രതിഭയാണ്, ശ്രീശാന്ത് പ്രതിഭയാണ്. സച്ചിനെ നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ആ പ്രതിഭയോട് നീതി പുലർത്തുന്ന ഒരു അച്ചടക്കം ആ സച്ചിനുണ്ടായിരുന്നുകൊണ്ട്. അച്ചടക്കം എന്നുള്ളത് ഇങ്ങനെ വരച്ച് നിൽക്കുക എന്നുള്ളതല്ല, പറയേണ്ടടത്തേ പറയാവൂ വർത്താനം, ചെയ്യേണ്ടതേ ചെയ്യാവൂ, നോ പറയാൻ പഠിക്കണം. ഒരാൾ ആവശ്യമില്ലാതെ ശരീരത്തിൽ തൊടരുത് എന്ന് പറയണം. ആവശ്യമില്ലാത്തൊരു സാധനം വെച്ച് നീട്ടിയാൽ വേണ്ട എന്ന് പറയണം. ചില ചേട്ടന്മാർ വിളിച്ചോണ്ട് മോനെ വലിച്ചടാ, ഹീറോ ഏതാ ഈ സിഗരറ്റ് വലിച്ചിട്ടാണോ ഹീറോ എന്ന്? അവൻ പൊട്ടെ. സിഗരറ്റ് വലിച്ചിട്ട് ആണോ കള്ളു കുടിച്ചാൽ ധൈര്യം വരുന്നവന് ശരിക്കും ധൈര്യമാണോ? അടിച്ച് പിമ്പിരിയായിട്ട് പോലും അരമണിക്കൂർ കഴിഞ്ഞ സാർ ഞാൻ പിന്നെ അപ്പോഴത്തെ അവസ്ഥയിൽ അതെന്താ? അപ്പൊ അവന് ശരിക്കും ധൈര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നല്ല ബോധത്തിൽ പോയി ചെയ്യണം. മക്കളെ, ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി. ലൈഫ് ആണ് ഏറ്റവും വലിയ ലഹരി. അത് നമ്മൾ അടിച്ച് ഉറപ്പിച്ച് മനസ്സിലേക്ക്. ജീവിതമാണ് ലഹരി. ആ വാക്കൊന്ന് പറഞ്ഞ എല്ലാവരും. ജീവിച്ചിരിക്കലാണ് ലഹരി. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കലാണ് ലഹരി. ആ സിനിമ ഉണ്ടല്ലോ നമ്മുടെ മോഹൻലാൽ കണ്ടുപിടിക്കുന്നത്, എന്തായാലും പേര് സ്പിരിറ്റ്. പടത്തിന് പേര് എന്നതാ സ്പിരിറ്റ്. അതില് കള്ളുകൂടി ചാട്ടിച്ച് പിമ്പിലായി നടന്നിട്ട് പിന്നീട് അത് നിർത്തിയിട്ട് ഇയാളെ കയ്യും കാലൊക്കെ വിറച്ച് കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസം അയാൾ അത് നിർത്തിയിട്ട് ശരിക്കും അയാളൊരു പ്രഭാതം കാണുന്നൊരു സീനുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. അയാളിങ്ങനെ രാവിലെ എഴുന്നേൽക്കും. അയാൾക്ക് അതുവരെ രാവിലെ ഇല്ല, സൂര്യനില്ല, 9 മണിയില്ല. പക്ഷെ രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കും. ഇങ്ങനെ എന്ത് മനോഹരം എന്ന് പറയുക, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത്, ആളുകളെങ്ങനെ കാണുന്നത്, വർത്തമാനം പറയുന്നത്, ഭയങ്കര മാറ്റണ്ടാവും. നിങ്ങൾ ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഒരു 3-4 ദിവസമായിട്ട് മാറ്റി വെച്ച് നോക്കി, വീട്ടിൽ എന്തൊരു സന്തോഷം ഉണ്ടാവും. എൻ്റെ മോളുണ്ടല്ലോ ആ പിശാശിന്ന് ഞാൻ വിളിക്കുന്ന ആള് പാവട്ടോ, ഭ്രാന്തത്. അവളെ ഇടയ്ക്ക് TV കാണും. മറ്റേ സാധനം TV കണ്ടാലേ ഈ ഭക്ഷണം കൊണ്ട് കയറുള്ളൂ, ഡോറ കയറുള്ളൂ. പക്ഷെ ഇടയ്ക്ക് വൈഫിനോട് ഭ്രാന്ത് കയറും. എന്നിട്ട് ആ TV കൊണ്ട് ഓഫാക്കും 2-3 ദിവസം. TV ഇല്ലാത്ത ദിവസം ഇവിടെ പെരുമാറ്റം അടിപൊളിയായിരിക്കും. TV ഇല്ലാത്ത ദിവസം ചിരിക്കുന്നു, കളിക്കുന്നു, എൻ്റെ വയറ്റത്ത് ഇടിക്കുന്നു. എൻ്റെ വീട്ടിൽ 9 ആൺപിള്ളേരുണ്ട്. 9 എണ്ണം എനിക്കല്ല, 9 എണ്ണം മൊത്തത്തിലുണ്ടത്. 10 വയസ്സിൽ താഴെ 9 ആൺകുട്ടികളുള്ള തറവാടാണ് എൻ്റെത്. അവിടെ ഞാൻ ജീവനോടെ ഓരോ ദിവസം പുറത്തിറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ കയറുമ്പോൾ പ്ലേറ്റൊക്കെ
കഴിഞ്ഞ മാസം ഒരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു, സംഭവിച്ചു. ഇവന്മാര് മുകളിൽ ഈ റൂമിന്റെ മുകളിൽ റാക്കില്ലേ, മറ്റേ പെട്ടിയൊക്കെ വെക്കുന്ന അതിന്റെ മുകളിൽ കയറിയിട്ട് 3 എണ്ണം മുകളിൽ കയറിയിട്ട് കട്ടിലേക്ക് ചാട്. ഇതാണ് കളി. ഇതറിയാതെ ഞാൻ റൂം തുറന്ന് അകത്തേക്ക് കയറിയിട്ട് മലർന്ന് ഇങ്ങനെ കിടന്ന് ഞാൻ വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഇവരെ അവിടെ ഒളിച്ചിരുന്നു പുതപ്പിന്റെ ഉള്ളിൽ. ഞാൻ എന്നിട്ട് ഈ കരിക്കിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതിങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ മലർന്ന് കിടന്ന് ഇങ്ങനെ ഇവിടെ വെച്ച്, എനിക്ക് ഒരു സ്റ്റാൻഡ് വേണം, ഇവിടെ വെച്ചാൽ മതി, ഈ ഗ്യാപ്പിൽ അവിടെ ഇരുന്നോളും. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് പിന്നെ ക്ഷമ നശിച്ചു. പിന്നെ അവർ പറഞ്ഞു റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാനൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഒരുത്തുണ്ട് ഒരു 8.5 കിലോ ഇങ്ങനെ പറന്നു വരുന്നു. പറന്നിട്ട് എൻ്റെ വയറുമ്പട്ട കരിക്ക് പോയി ഇടിയിട്ടാ പറയാം. വയറും കൂട്ടിമുട്ടി. ഈ ജീവിതമാണ് എൻ്റെ അവിടെ. അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് നല്ല മാറ്റങ്ങൾ. നോ പറയേണ്ടടുത്ത് നോ പറയണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. ചിലടത്ത് യെസ് പറയണം, ചിലരടുത്ത് പറ്റൂല എന്ന് തന്നെ പറയണം. സിഗരറ്റ് നീട്ടുന്ന ആളടുത്ത് അല്ലെങ്കിൽ സ്മോൾ അടിക്കുന്ന, നമ്മുടെ പുരുഷത്വം തെളിയിക്കുന്നത് കള്ളു കുടിച്ചിട്ടല്ല. ഒരു സദസ്സിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയാൽ നിങ്ങൾ ധൈര്യമുള്ള ആളാണ്. ലോകത്തിലെ 97% പേർക്കും ഇല്ലാത്ത ധൈര്യം നിങ്ങൾക്കുണ്ട്. സദസ്സിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയാൽ, ഒരു സദസ്സിന് മുമ്പിൽ 2 വാക്ക് വിറ കൂടാതെ പറയാൻ പറ്റിയാൽ ലോകത്തിലെ 98% പേടിയുള്ള സംഭവം നിങ്ങൾ ചെയ്യും. ഈ 3 കുട്ടികളിൽ നിന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ഇത് എന്താ പറയുക, പ്രാർത്ഥന ചൊല്ലിയില്ലേ, ധൈര്യമുള്ള കുട്ടിയാണ്. ഒരു ചോദ്യം എഴുന്നേറ്റൊന്ന് ചോദിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് 60%-ലധികം പേരെക്കാൾ ധൈര്യമുണ്ട്. കള്ളു കുടിച്ചിട്ട് ധൈര്യം കാണിക്കുന്ന ആരതൊക്കെ പഠിപ്പിച്ചായിരുന്നു. കള്ളു കുടിച്ചിട്ട് മറ്റേ സീറ്റ് അടിച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് എന്തിനാണ് എത്ര സ്ഥലങ്ങൾ കാണാനുണ്ട് അല്ലേ? ആരോഗ്യത്തോടു കൂടി ഇരിക്കണം, ആരോഗ്യത്തോടു കൂടി. ഏത് നിമിഷവും മരണപ്പെട്ടു പോകാവുന്ന ഒരു ഏത് നിമിഷം നമ്മുടെ കാര്യങ്ങളൊക്കെ മാറാടോ, ഏത് നിമിഷത്തിലും മാറാം. അച്ഛനും അമ്മയൊക്കെ പോവാം, ഇവിടുന്ന് പോവാം. പക്ഷെ നമ്മൾ എന്നുള്ള ആ വ്യക്തി ഉണ്ടല്ലോ, ഇവിടെ ഒരു മാർക്ക് ഉണ്ടായിട്ടേ പോവാം.